ഹലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ അറിയാമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങിയവരും പിന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് പകുതി വഴിക്ക് വെച്ചിട്ട് കളഞ്ഞിട്ട് പോകത്തില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കേണ്ടത് എന്നൊന്നും. എനിക്ക് സംസാരിക്കാൻ വീഡിയോയുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ പറയാം, എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പം എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇപ്പം മോണിറ്റൈസേഷൻ ആവാത്തത് എന്ന് നിങ്ങളോട് പറയാമെന്ന് കരുതി. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കോവിഡ് ടൈമാണ്. കോവിഡ് ടൈം എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയമാണല്ലോ. ആ സമയത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അന്ന് എനിക്ക് എന്ത് വീഡിയോ ഇടണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടുമായിരുന്നു. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയന്മാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, വീഡിയോ എടുത്ത് തന്നത് അവരായിരുന്നു. പക്ഷേ ഞാൻ ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ തന്നെയാണ് ഓടിപ്പോയിട്ട് വ്യൂവേഴ്സ് എത്രയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കും. അത് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും ഒരു സ്ഥിരം പരിപാടിയാണ്. നമ്മൾ എപ്പോഴും നമുക്ക് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഞാനും ആ സമയത്ത് വീഡിയോ ഇട്ടിട്ട് ഓരോ സമയത്തൊന്ന് നോക്കുമായിരുന്നു. അതുകൂടാതെ ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഓരോരുത്തരും എന്നെ കളിയാക്കാൻ തുടങ്ങി. നീ എന്ത് ചെയ്ത് വെച്ചിരുന്നത്, അയ്യേ ഇവളെന്താ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അന്ന് കളിയാക്കി ഒരുപാട്. അപ്പോൾ ഞാൻ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇടാൻ പോയില്ല. കാരണം എനിക്ക് തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേനും ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട്, അയ്യേ ഞാൻ ഇത്ര വൃത്തികെട്ട വീഡിയോസാണോ ഇട്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീഡിയോ ഒന്നും കാണാൻ കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ വീഡിയോ അവിടെ വെച്ച് ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അന്ന് എനിക്ക് 600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മാസം കൊണ്ടാണ് ഞാൻ ആ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് നല്ല വാച്ച് അവർ ഉണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ആഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. എങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാതെ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ അതിലോട്ട് പോയി, ആ മേഖലയിലോട്ട് പോയി. അതിനുശേഷം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ഈ കഴിഞ്ഞ മാസം മുതലാണ് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അന്ന് നമുക്ക് ഷോർട്സ് ഇല്ലായിരുന്നു, ലോങ് വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഷോർട്സും ലോങ് വീഡിയോസും എല്ലാം ഇടാം. പക്ഷേ ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഇട്ടത് ഷോർട്സ് വീഡിയോസ് മാത്രമാണ്. ഷോർട്സ് വീഡിയോസിൽ നമുക്ക് വ്യൂവേഴ്സ് മാത്രമേ വരുള്ളൂ. ലോങ് വീഡിയോസിലാണ് നമുക്ക് വാച്ച് അവർ ഉണ്ടാകുന്നത്. നമുക്ക് മെയിനായിട്ട് വാച്ച് അവറും വ്യൂവേഴ്സും സബ്സ്ക്രൈബറും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ബിഗിനേഴ്സിനോട് പറയാനുള്ളത്, എന്നെപ്പോലെ നിങ്ങളും യൂട്യൂബ് തുടങ്ങിയിട്ട് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകാനാണെങ്കിൽ യൂട്യൂബ് തുടങ്ങരുത്. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേ സമയത്ത് എല്ലാ ദിവസവും മാക്സിമം ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും വീഡിയോ ചെയ്ത് എല്ലാവരും ചാനൽ മോണിറ്റൈസേഷൻ ആവട്ടെ. പകുതി വെച്ച് നമ്മൾ നിർത്തിപ്പോയാൽ നമുക്കൊന്നും കിട്ടത്തില്ല. കാരണം നമ്മൾ ഇടയിൽ വെച്ച് വീഡിയോ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് അൽഗോരിതം നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന വ്യൂവേഴ്സും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. എന്നെപ്പോലെ പകുതി വഴിക്ക് വെച്ച് വിട്ടു പോകരുത്. ഞാൻ അന്നേ ആ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ മോണിറ്റൈസേഷനും ആയേനെ. ഞാനതിൽ നിന്നൊരു ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എൻ്റെ വിശ്വാസമാണ്. എനിക്കറിയാൻ പാടില്ല, അത് നിങ്ങളുടെ കയ്യിലാണ്, വ്യൂവേഴ്സിൻ്റെ കയ്യിലാണ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ബിഗിനേഴ്സും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തളരരുത്. നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കും എന്നുള്ള ഒരു മൈൻഡ് ഞാൻ ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില വീഡിയോസിൽ വ്യൂവേഴ്സ് ഉണ്ട്, ചില വീഡിയോസ് 30+
പോയിട്ടുണ്ട്, ചില വീഡിയോസ് 22 പോയിട്ടുണ്ട് വ്യൂവേഴ്സ്. പക്ഷേ ചില വീഡിയോസിൽ എനിക്ക് 200 സംതിങ് 67 ഇതൊക്കെ വന്ന വീഡിയോസ് ഉണ്ട്. എന്നിട്ട് ഞാൻ തളരാതെ വീണ്ടും വീഡിയോസ് ഇടുകയാണ്. അപ്പം എന്നെപ്പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം എല്ലാവരും വീഡിയോസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.